ഹലോ ഗൈസ്, നിങ്ങളാരും അപ്പോൾ നമ്മുടെ ഹെയർ കെയർ ചാലഞ്ച് മറന്നിട്ടില്ലല്ലോ. നമ്മുടെ ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 3 ആണ്. ഇന്നിപ്പോൾ നമ്മളൊരു ഹെയർ പാക്ക് ഇടാമെന്നാണ് കരുതുന്നത്. അതിനു മുന്നേ ഉള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്തായാലും നമ്മുടെ മുടിയിലെ കെട്ടൊക്കെ മാറ്റണേ. അത് കഴിഞ്ഞിട്ട് വകപ്പ് എടുത്തിട്ട് ഇതേപോലെ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടിലില്ലേ, ഇത് എനിക്ക് എന്തിലേക്ക് പണ്ട് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. ഞാൻ അതിനകത്താണ് ഓയിൽ നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ മുടിയിൽ തേച്ച് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ എല്ലായിടത്തും എത്തുകയും ചെയ്യും. പിന്നെ നിങ്ങളിതില്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുള്ള ബോട്ടിൽ വെച്ച് ചെയ്താൽ മതി. അപ്പോൾ ചെയ്യുമ്പോൾ വകപ്പെടുത്തിട്ട് എണ്ണ തേക്കാൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഹെയർ മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യും. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതുമാണ്. അതേപോലെ എണ്ണ എല്ലായിടത്തും എത്താനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഹെയർ മസാജ് ചെയ്യുമ്പോൾ കൂടിപ്പോയ ഒരു 10-15 മിനിറ്റ് എങ്കിലും നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ. ഇപ്പോൾ ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീക്രട്ട് ഹെയർ സെറമാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തോ ഹെയർ പാക്ക് ഇടുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇനിയും ഹെയർ പാക്കാണ് ഇടുന്നത്. സത്യത്തിൽ എനിക്ക് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മെരി വാട്ടർ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയ സാധനമാണ്. ഞാൻ അപ്പോൾ ഇത് തലയിലൊക്കെ തേച്ച് നോക്കാറുണ്ട്. പക്ഷെ നല്ലതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഡാൻഡ്രഫ് ചെറുതായിട്ട് കുറയ്ക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മുടി നല്ല ഹെൽത്തി ആയിട്ട് വെക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. വകപ്പായിട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഹെയർ മാസ്ക് നല്ലവണ്ണം അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഞാൻ പൊതുവേ സ്കാൽപ്പിൽ മാത്രമല്ല തേക്കാറ്, മൊത്തം ഹെയറിലും തേക്കാറുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മളുടെ ഹെയർ ഇത് തേച്ച് കഴിഞ്ഞിട്ട് കെട്ടി വെക്കണമേ. അതിനുശേഷം നല്ലതുപോലെ വാഷ് ചെയ്ത് കളയണം. ഞാൻ സാധാ വാട്ടറിൽ തന്നെയാണ് വാഷ് ചെയ്യാറ്, ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അടുത്ത ഹെയർ കെയർ ടിപ്പുമായിട്ട് ഞാൻ അടുത്ത വീഡിയോ വരാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.